ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് പറയടാ, ഗുഡ് മോർണിംഗ് പറയടാ, നമുക്ക് യൂട്യൂബിൽ പോണ്ടേ. അപ്പോൾ ഗുഡ് മോർണിംഗ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കുളമാവ് ഗ്രീൻബർഗ് റിസോർട്ടിലാണ്. എല്ലാവരും ഉണ്ട്. 4:30 മണിയായപ്പം എൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ, ഈ മനുഷ്യൻ ഫോണ് കാണാനില്ല എന്നും പറഞ്ഞ് ഒരു മനുഷ്യരെ കിടന്നുറങ്ങാൻ സമ്മതിക്കാതെ എഴുന്നേൽപ്പിച്ച്. അങ്ങനെ 4:30 മണി തൊട്ട് ഞങ്ങൾ എഴുന്നേറ്റിരിക്കുകയാണ്. വേദ ബ്രഷ് ചെയ്യാൻ പോയിരിക്കുകയാണ്. നേരെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാണ്. അതുകൊണ്ട് വേദ പെട്ടെന്ന് ഇത്രയും സമയം കിടന്നുറങ്ങായിരുന്നു. സ്വിമ്മിംഗ് പൂളിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ചാടി എണീറ്റ് ബ്രഷ് ചെയ്യാൻ പോയിരിക്കുകയാണ്. ചീവീട് വിളിക്കുന്നു. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പറയും? ചീവീട്. നമ്മുടെ നാട്ടിൽ ചീവീട്. ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ദേ ഇവിടെ നിൽക്കുകയാണ്. ഉച്ചയാകുമ്പോൾ നമ്മൾ തിരിക്കും കേട്ടോ. വേദയ്ക്ക് സ്കൂളുണ്ട്, സ്കൂളിൽ പോകാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് സ്കൂൾ വിട്ടിട്ടുള്ളൊരു പരിപാടിയില്ല എന്ന്. പിന്നെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് എല്ലാവരും കൂടി വന്നു എന്നേ ഉള്ളൂ. വളരെ പെട്ടെന്നുള്ളൊരു സർപ്രൈസ് ആയിരുന്നു. സച്ചിൻ ഫ്രീ ആയതുകൊണ്ട് എല്ലാവർക്കും കൂടി ഒത്തുകൂടാൻ പറ്റി. ഇല്ല എങ്കിൽ പറ്റില്ലായിരുന്നു. സച്ചിൻ എല്ലാവരെയും കൊണ്ട് വന്നു. വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ജാടയാ. അവൾക്ക് തണുപ്പൊന്നും പ്രശ്നമില്ല കേട്ടോ. ഇവിടെ അച്ഛന് തണുപ്പ്, അമ്മയ്ക്ക് തണുപ്പ്, നമുക്കാർക്കും വലിയ തണുപ്പൊന്നുമില്ല. അവൾക്ക് പ്രശ്നമൊന്നുമില്ല. വേദയ്ക്ക് AC വേണമെന്ന് പറഞ്ഞ ബഹളമാണ്. പിന്നെ ഫാൻ ഇട്ട് കൊടുത്തു. വലിയ ചൂടൊന്നും ഇല്ല, തണുപ്പൊന്നുമില്ല. നിങ്ങൾ അറിഞ്ഞില്ലല്ലോ, പ്ലാവ് ഇവിടെ നിറയെ പ്ലാവുണ്ട്. പ്ലാവ് നിറച്ച് ചക്ക. അപ്പം അമ്മയ്ക്കൊരു ആഗ്രഹം ചക്ക വറക്കാൻ കൊണ്ടുപോകണമെന്ന്. അമ്മ പറഞ്ഞത് എന്തൊന്നും ഇവിടെ കത്തി കിട്ടില്ല, കവർ കിട്ടില്ല എന്നുള്ളൊരു ധൈര്യത്തിലാണ് പറഞ്ഞത് കേട്ടോ. നമ്മളുണ്ടോ ആള് കത്തിയെല്ലാം സെറ്റാക്കി. അപ്പോൾ പറയുന്നത് ചക്കയാ, ഏത് ചക്ക, വെട്ടിക്കൊണ്ടു പോവാനാ? വേണമെങ്കിൽ വെട്ടി മുഴുവനെ കൊണ്ടുപോവാം എന്നും പറഞ്ഞുകൊണ്ടിരിക്കണം. വീട്ടിൽ ജോലി ചെയ്യാൻ പറഞ്ഞാൽ വയ്യാത്ത ഇപ്പൊ അവർക്ക് ഇവിടെ ഇരുന്ന് ഇത് വറക്കാൻ കൊള്ളാമോ എന്നറിയാമോ? 2 ചക്ക വെട്ട്, വേറെ പണിയൊന്നുമില്ലല്ലോ ഇന്ന്. അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരാം. വേദ റെഡിയായി വന്നിട്ടുണ്ട്. പൂളി പോവാം. അവള് കുടിക്കൂല, ബെട്ടിയൊന്നും വേദയ്ക്ക് വേണ്ട. നമ്മള് പൂളിൽ പോണം, അതിനല്ലേ റെഡിയായി വന്നത്. അവള് പോലും 5 മണിയാ എണീറ്റേ പൊന്നു. എനിക്ക് ഉറങ്ങണ്ടേ? ഉറങ്ങണ്ട. കുഞ്ഞിയാണ് വേദ എന്ന് ഉണർത്തിച്ചത്. അവള് പോയി ഉണർത്തി. കാലൊക്കെ തണുക്കണം തോന്നുന്നു. പോവാം പിന്നെ പൂളില്. എന്തിനും സമയം വേസ്റ്റ് ആക്കണം. നമ്മൾ പൂളിലേക്ക് പോവാണ്. ഞാൻ ഇറങ്ങുന്നില്ല കേട്ടോ. ഞങ്ങൾ രാവിലെ ഒരു കറക്കം കറങ്ങി കേട്ടോ. 5 മണിക്ക് എഴുന്നേക്കണല്ലേ. ഞങ്ങളങ്ങനെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഞാനും ജീമയും സച്ചിനും രണ്ടും കൂടി ഇങ്ങനെ ഈ പ്രോപ്പർട്ടി ഓൾമോസ്റ്റ് ഒന്ന് ചുറ്റി കറങ്ങി. അപ്പോൾ താഴെ 2 വലിയ പൂള് കണ്ടു. ഒരു കുഞ്ഞു പൂള്, ഒരു വലിയ പൂള്. അപ്പം നമ്മൾ അയ്യോ വെള്ളമൊന്നും ഇല്ല എന്നൊക്കെ കരുതി പൂളിപ്പോൾ ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ അവരിറങ്ങി വേറെ പൂളുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വേറെ പൂളിൽ കുളിക്കാൻ വരുവാണ്. വേദ അതിന് വേണ്ടി മാത്രം വന്നതാട്ടോ. വേദയ്ക്ക് എവിടെ പോയാലും വെള്ളത്തിൽ കളിക്കണം, റൂമിൽ കിടക്കണം, അല്ലാതെ വേറെ ഒരു ആക്ടിവിറ്റി ഇവിടെ ഒരുപാടാണ്. ഇവിടെയൊക്കെ അത് തന്നെ. അത് ഡ്രസ്സൊക്കെ കൊണ്ടാണ് വന്നത്. അത് തന്നെടാ ഇത്, അതല്ല ഈ ഡ്രസ്സ് തോന്നുന്നു. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ്, ട്രക്കിങ് ഒക്കെ ഉണ്ട്. നമ്മളതിലൊന്നും കയറുന്നില്ല കേട്ടോ. ഉച്ചയാകുമ്പോൾ പോകണം. പൂളിലൊക്കെ കയറി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ബുഫേ. താണ്ടേട്ടാ നല്ല പൂള്. അയ്യോ അവർക്ക് ഇവിടെ ഇരിക്കായിരുന്നു ഏട്ടാ. കൊച്ചു അവിടെ വലിയ പൂള്, പക്ഷെ അതിൽ ഇറങ്ങിയാലും നല്ല ആഴമൊക്കെ ഉണ്ട്. അങ്ങനെ. ഇത് നൈസ് ഏട്ടാ. എനിക്ക് ഇറങ്ങാൻ തോന്നുന്നു. ഞാൻ പൂളില്ല എന്ന് പറഞ്ഞിട്ട് രാവിലെ ഇറങ്ങി കുളിച്ച് റെഡിയായി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വന്ന്. യശോദേ തണുപ്പുണ്ടാ? ഞാൻ ഇറങ്ങില്ല, ഞാൻ ചാടിയാണ്. എനിക്കിനി വേറെ എന്തോ ഭാഗ്യത്തിന് നമ്മളവിടെ പോയിട്ടുണ്ടപ്പോൾ ഞാൻ അഥവാ ഇനി ഡ്രസ്സ് സൺഡേ അല്ലേ എടുക്കാൻ ലേറ്റ്, എന്തോ ഭാഗ്യത്തിന് നമ്മൾ ഞായറാഴ്ച ഇനി ഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ തിങ്കളാഴ്ച ഒരു ദിവസം കൂടി നിൽക്കേണ്ടി വന്നാലോ എന്ന് എഴുതി ഒരു ഡാപ്പർ വേഷം ഞാൻ എടുത്തോണ്ട് വന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. ഇവിടെ തള്ളാൻ പോയല്ലേ. എൻ്റെ വേറെ ഡ്രസ്സില്ല ജീമ. രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി. സ്വിമ്മിംഗ് പൂളൊന്നും ഇല്ലല്ലോ എന്ന് എഴുതി ഓക്കെ ചാടറേ. യശോദേ വേറെ സ്വിമ്മിങ് പഠിപ്പിക്കാൻ വിട്ടില്ല, കുറച്ചതുണ്ട്. ഞാനും വേദയും പോണേ സ്വിമ്മിങ്ങിന് അടുത്ത്. യശോദേ
ആ യശോദ കൊള്ളൂല. തണുപ്പുണ്ടാ എന്ന് വെച്ചാ വാ, നമുക്കിതൊന്നുമല്ല ആഘോഷം. നമ്മുടെ ആഘോഷം ദേ ഇതാണ്. ഇങ്ങോട്ട് കാണീരേട്ടാ, അതൊക്കെ നമ്മുടെ ആഘോഷം ഇതാണ്. നിങ്ങൾ നീന്തോ ട്രക്കിങ് ചെയ്യോ? ഇല്ല ഞാൻ ഡ്രസ്സില്ല, ഇന്നറോ ഒന്നുമില്ല. വേണ്ട എനിക്ക് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ കിടക്കുന്നു. ഇതിൽ കിടന്ന് നീന്താൻ പറ്റും. ഇതിലാണ് ഞാൻ അന്ന് നീന്തിയത്. വേറെ പൊക്കമുള്ളതിൽ നീന്തുമ്പോ ഞാൻ അതിൽ കിടന്ന് നീന്തുമായിരുന്നു. നമ്മളോട് ഇറങ്ങാനുള്ളായിരുന്നു. ചീമയ്ക്ക് കുഞ്ഞ് എണീറ്റാ പിന്നെ പാടാണ്. ഇല്ലടാ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്, എൻ്റെ ഡ്രസ്സ് ഇല്ല. എങ്ങനെയെങ്കിലും പോട്ട്. മത്സരം സച്ചിൻ വേഴ്സസ് മനോജ്. സച്ചിൻ ഫാസ്റ്റ്. സച്ചിൻ ഏട്ടാ സച്ചിൻ രണ്ടുപേരും ഒരുപോലെ. ഇതൊക്കെ തന്നെ നമുക്ക് പറ്റിയത് ചീമ. ഇതൊക്കെ തന്നെ നമുക്ക് പറഞ്ഞത്. ഇതിൽ കയറി കുളിച്ച് നനങ്ങിട്ട് നടക്കുകയാണ്. ശീശാശി അതിൽ വെള്ളം അവിടെ, അല്ലെങ്കിൽ നമുക്ക് കണ്ടു കൂടെ കയറാത്. ആ പൊട്ടിയിരിക്കുകയാണ്. തലകുത്തന്നെ വീഴും. കുളിച്ചിട്ട് നനവോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. കാഷ്യൂസ്. ക്യാമ്പ് ഫയർ ഉണ്ട്. ഇത് അവിടെ ഇൻഡോർ ഗെയിംസ് ഉണ്ട്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ഇൻഡോർ ഗെയിംസിലൊക്കെ പോവാന്ന് കരുതി. കൊച്ചുറങ്ങിയാ? അയ്യോ, എനിക്ക് ചീമ ഇറങ്ങിയാനാ. അവള് കരയൊന്നും പറഞ്ഞാണ് ചീമ കയറാത്തത്. വേദയും സച്ചിനും ഏട്ടനും കൂടി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഉണ്ട്. ഇഡ്ഡലി സാമ്പാർ, നല്ല ചൂട് ഇഡ്ഡലി, ആവി പറക്കുന്ന ഇഡ്ഡലി. ചീമ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അച്ചീമ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പൂരി ഇഡ്ഡലി ഒന്നും അച്ഛൻ കഴിക്കത്തില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ഇഡ്ഡലി, പൂരി, ഓംലെറ്റ്, ബ്രെഡ്, സോസേജ്, ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. കോൺഫ്ലെക്സ് എല്ലാം ഉണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇവിടെ മാത്രമാണ് റേഞ്ച് ഉള്ളത്. വൈഫൈ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. ഇവിടെ വൈഫൈക്ക് നല്ല സ്പീഡുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത ശേഷം നമുക്ക് കാണണ്ട എല്ലാ ദിവസം 11 മണിക്ക് ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി. ട്രക്കിങ്ങിനൊക്കെ പോകാൻ വേണ്ടി എനിക്ക് വയ്യ ട്രക്കിങ്ങിനൊന്നും വരാൻ. കൊള്ളാമോ? ട്രിപ്പ് കൊള്ളാമോ? എല്ലാ ആഴ്ചയിലും ഓർമ്മ ഇതുപോലെ ആയാലോ? ആ, ആഗ്രഹങ്ങളൊക്കെ വളരെ വലുതാണ്. നമ്മള് ഇതൊക്കെയാണ് ഈ ഒരു റിസോർട്ടിന്റെ ഭംഗി എന്ന് പറയുന്നത് കേട്ടോ. ഒരു കാട് പോലെ, കാടിനകത്ത് വീട്. ഇതാ ഏലകൃഷി നോക്ക്. ഏലം കാണിച്ചൂട്. ചെറിയ ഏലക്ക നിൽപ്പുണ്ട്. കാ വരുന്നതേ ഉള്ളൂ കേട്ടോ. താഴെയാണ് ഏലക്ക ഉള്ളത്. നമ്മുടെ തിരുവനന്തപുരംകാർക്കൊന്നും അധികം അറിയില്ല. ഇടുക്കി, മൂന്നാർ ഇങ്ങോട്ടുള്ളവർക്കൊക്കെ ഏലം അറിയാം. അറിയാത്തവർക്ക് കാണിച്ചു കൊടുത്തതാ കേട്ടോ. അപ്പോൾ ഇതുവഴി വരാം. ഇതൊരു ഷോർട്ട് കട്ടാണ് നമ്മുടെ റൂമിലേക്ക് പോകുന്നത്. നമ്മളിനി ട്രക്കിങ്ങിന് പോവാണ്. ഞാൻ പറഞ്ഞു എനിക്കങ്ങും വയ്യാന്ന് സത്യമായിട്ടും. അപ്പോൾ ഏട്ടൻ ചോദിച്ചു നീ എന്തിന് പിന്നെ എല്ലായിടത്തും വരുന്നതെന്ന്. ചെറിയ വെയിലുണ്ട്, അതുകൊണ്ട് എനിക്ക് ട്രക്കിങ്ങിനൊന്നും പോകണ ഇഷ്ടമല്ല. എങ്കിലും അവരെ കൂട്ടത്തിൽ നമ്മളതിലൊരാളായി നിൽക്കണ്ടേ, അതുകൊണ്ട് പോകാമെന്ന് കരുതി. ഇവിടെ ടർഫുണ്ട്, ഫാമുണ്ട്. ഫാമിലോട്ട് പോകണം. 1 മണിക്കെങ്കിലും ഇവിടെ നിന്ന് പോകണ്ടേ. ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് ഇവിടെ ഉണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ലഞ്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അതുവരെ സമയമുണ്ട്. 1 മണിയൊക്കെ ആവും ലഞ്ച്. 2 മണിക്കെങ്കിലും ഇറങ്ങണം. നമ്മുടെ കോട്ടേജ് ഇതേ അവിടെയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് ഗസ്റ്റുകളുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വരുമ്പോഴാണ് ഒരുപാട് പേരെ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ നല്ല രസമുള്ള സ്ഥലം, സ്റ്റേക്കേഷനൊക്കെ പറ്റിയ സ്ഥലം. ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഗസ്റ്റുകളുണ്ട്. ഇവരൊക്കെ എവിടെ താമസിക്കുന്നു എന്ന് അറിയില്ല. രാവിലെ നമ്മൾ റൗണ്ടൊക്കെ ഇറങ്ങി, അപ്പോൾ കുറേ കോട്ടേജൊക്കെ കണ്ടു. അപ്പോൾ ആ കോട്ടേജിലൊക്കെ ആൾക്കാരുണ്ടാവാം. ഒരുപാട് വണ്ടികളും ഒക്കെ അവിടെ കിടപ്പുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എന്നാ കണ്ടോ ഏലക്ക? പക്ഷെ കാ ആയിട്ടില്ലേ. ഇത് ജസ്റ്റ് മണമൊക്കെ ഉണ്ട് അങ്ങോട്ട്. നല്ല മണമുണ്ട്. പിഞ്ചിന് തന്നെ നല്ല മണമുണ്ട്. പിഞ്ചെന്ന് പറഞ്ഞാൽ ആവാത്തത്. ഇതിന് ഉണക്കോ? ഇത് ഉണക്കോ? അത് ഇനി നിന്ന് കരിയോ? എങ്ങനെയാണ്?
എന്താ എനിക്കറിയില്ല, നമുക്കറിയില്ല, നമുക്ക് ഏലകൃഷി ഇല്ലല്ലോ. സെക്യൂരിറ്റി ശ്രീകുമാരൻ. കുഞ്ഞു ഉറങ്ങിയില്ല, കുഞ്ഞു ഉറങ്ങിയെങ്കിൽ ട്രക്കിങ്ങിനൊക്കെ പോകാമെന്നും പറഞ്ഞ് നിൽക്കുകയായിരുന്നു. സെക്യൂരിറ്റി സെക്യൂരിറ്റി മറ്റേ ചിയർ ഗേൾസ്, ചിയർ ഗേൾ സെക്യൂരിറ്റി. ചക്ക കിട്ടണില്ലേ? മിണ്ടാരി മറന്നിരിക്കണം. പേരെന്താ? ആ ഐവിൻ. ഇവിടെയാണോ സ്ഥലം? നമ്മള് ട്രക്കിങ്ങിന് ഇടുക്കി സ്പെഷ്യൽ ഇടിയിറച്ചിയായിരിക്കും. അതൊക്കെ നമ്മളവിടെ ഉണ്ട്. പന്നി, പോർക്ക് ആണല്ലേ. ഇന്ന് പോർക്ക് പറ്റായിട്ട് വാങ്ങിക്കണം. ആണല്ലേ, ബീഫ് നമ്മുടെ അവിടെ ശരിക്കും ഉണ്ട്. പോത്തിറച്ചി നമ്മളവിടെ പോർക്കാണ് ഇല്ലാത്തത്. ആ അതെ. ട്രക്കിങ്ങിന് പോണ വേഷം നോക്ക്. സച്ചിൻ മാത്രമുണ്ട് മാന്യതയുടെ വസ്ത്രം ധരിച്ചു വരുന്നത്. ആൾക്കാർ കമന്റ് ചെയ്തൊക്കെ എല്ലാം ടോപ്പ്. ഇത് ഒറിജിനൽ ടോപ്പ്. മറ്റേ പശുവിന് ചാണകം കോരാൻ പോയിട്ട് ഫ്രോക്ക് ഇട്ട് പോകുന്ന ട്രക്കിങ്ങിന് പോകുന്ന ഒരാള്. ചെരുപ്പൊക്കെ നോക്കി. ട്രക്കിങ്ങിന് നമ്മൾ പ്രതീക്ഷിക്കാതെയുള്ള ട്രിപ്പല്ലേ, നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ള ട്രിപ്പാണ്. ജീവന് പൂളിൽ ചാടാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊന്നും മാറ്റാതെ നടക്കണത്. മേടിച്ച് നല്ല ധൈര്യശാലി പോവുകയും ചെയ്ത്. പുള്ളിയുടെ ഫോണിലെ റിംഗ് ടോൺ ആന വിളിക്കണത് പുലിയാ. സച്ചിൻ വലിയ ധൈര്യത്തോടെ പോയി ശബ്ദം കേട്ട് സച്ചിനൊന്ന് പേടിച്ച്. നമ്മൾ ഈ ഗ്രീൻബർഗ് റിസോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടം കഴിഞ്ഞിട്ട് ഫാം ഹൗസിലേക്കാണ് പോകുന്നത്. ഒരു 5 മിനിറ്റ്സേ ഉള്ളൂ. ചെറിയൊരു രീതിയിലാട്ടോ എല്ലാ സംഭവങ്ങളും ചെറിയ രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളെ കൊണ്ടൊക്കെ ഈ ഒരു ചെറിയ രീതിയെ പറ്റത്തുള്ളൂ. ജസ്റ്റ് 5 മിനിറ്റ്സേ ഉള്ളൂ മുകളിലേക്ക് കയറാൻ, 5 മിനിറ്റ്സ് താഴേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ നല്ല കയറ്റമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര വലിയ വ്യൂ ആണ്. എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. അതിപ്പം ഇവരിൽ ആരിങ്ങനെ നിൽക്കുന്ന കണ്ടാലും എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഹൈറ്റ്. വേദിക ഏട്ടനൊക്കെ ആ ഹൈറ്റിൻ്റെ അങ്ങോട്ടേക്ക് ഇപ്പം പൂളിലൊക്കെ ഇറങ്ങി കുറച്ച് ഹൈറ്റുള്ള പൂളൊക്കെ ആണെങ്കിൽ എനിക്ക് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. ഞാൻ പോകണമെന്നില്ല, പോകുന്നവരെ കാണുമ്പോൾ പോവില്ലേ എന്ന് ഞാൻ കിടന്ന് വിളിക്കും കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് ഇടുക്കി കംപ്ലീറ്റ് കാണാൻ പറ്റും. മൂലമറ്റം പവർ സ്റ്റേഷനാണ് ആ താഴെ കണ്ടത്. അപ്പോൾ അതെല്ലാം ഈ കാണുന്നത് മൂലമറ്റം പവർ സ്റ്റേഷനാണ്. ഒക്കെ നല്ല ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്നാൽ. അപ്പോൾ നമുക്ക് ഈ ഒരു റിസോർട്ടിൽ വന്നാൽ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് പുറത്ത് പോവാതെ തന്നെ ഇവിടെ തന്നെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു സ്റ്റേക്കേഷന് വരുമ്പോൾ ജസ്റ്റ് റൂമിൽ നിൽക്കുക, കളിക്കുക, സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുക എന്നതിലുപരി നമുക്കിതുപോലെ ചെറിയ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പ്രോഗ്രാംസും പിന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെ കാണാനുള്ള കാഴ്ചയും. ഇവിടെ കുഞ്ഞൊരു ഫാമൊക്കെ ഉണ്ട്. ഫാമിൽ എമു, ഹോഴ്സ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവർക്ക് പാക്കേജായിട്ടൊക്കെയാണ് ഉള്ളത്. ആ ഒരു പാക്കേജ് എടുത്താലും വലിയ നഷ്ടമൊന്നും വരത്തില്ല. ജസ്റ്റ് റൂമിലിരിക്കുക, പൂളിൽ പോവുക മാത്രമല്ല കുറച്ച് എൻജോയ് ചെയ്യാനായിട്ടൊക്കെ ഉണ്ട്. ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. നമ്മൾ ട്രക്കിംഗ് കഴിഞ്ഞു, നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടു. ഇവിടെ നിന്നാൽ ഫുള്ള് ഇടുക്കി ഫുള്ള് കാണാം കേട്ടോ. പുഴുണ്ടാ? ഞാനും ചെന്ന് പിടിച്ച് വായിലൊക്കെ വെച്ച് ഫോട്ടോയ്ക്ക് വേണ്ടി. നല്ല രസമുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. ഇവിടെ കയറി നിൽക്കുമ്പോൾ നമ്മൾ ഈ നാട്ടുകാരി അല്ലാത്തതുകൊണ്ട് നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെ തോന്നും കേട്ടോ. മറിച്ച് നമ്മൾ ഇവിടുത്തെ ഒരാളായിരുന്നെങ്കിൽ നമുക്കിതൊന്നും കാണുമ്പോൾ വലിയൊരു പുത്തരിയായിട്ടൊന്നും തോന്നത്തില്ല. നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്തെന്ന് പറഞ്ഞാൽ ബീച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബീച്ചൊന്നും കാണുമ്പോൾ നമുക്ക് വലിയൊരു സംഭവം തോന്നില്ല. ഇതുപോലെ ഹൈറ്റിൽ നിന്ന് വരുന്നവർക്ക് ബീച്ചൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. കാരണം നമ്മൾ കാണാത്തൊരു കാഴ്ച കാണുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. പൊതുവേ എനിക്കും വേദയ്ക്കൊക്കെ സ്റ്റേക്കേഷൻ എനിക്കാണ് ഏറ്റവും ഇഷ്ടം. വേദയ്ക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. എങ്ങും യാത്ര ചെയ്യുന്ന വേദയ്ക്ക് ഇഷ്ടമല്ല. ജസ്റ്റ് റൂമിൽ നിൽക്കുക, കളിക്കുക, മറിയുക, ഇതൊക്കെ അതിന് വേദയ്ക്ക് ഇഷ്ടം. പിന്നെ എല്ലാവരും കൂടി ഉള്ളത് കൊണ്ട് വേദ ഇങ്ങനെയൊക്കെ ഇറങ്ങി നടക്കണം. എനിക്കും ജസ്റ്റ് റൂമിൽ നിൽക്കുക, കളിക്കുക, ഇതൊക്കെ തന്നെയാണ് എനിക്കും ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതിൽ കൂടുതൽ എനിക്കും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാട്ടോ. അതുകൊണ്ട് സ്റ്റേക്കേഷൻ എനിക്ക് ഇഷ്ടമാണ്. വാ, നമ്മൾ അനിമൽസിനെ കാണാൻ പോവാണ്. കൂട്ടത്തച്ചി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ട്രക്കിങ്ങിന് പോയി ഇടുക്കി ഫുള്ള് കണ്ട്. നമ്മള് മഞ്ഞിൽ വിരിഞ്ഞ പൂവില എന്താ ശങ്കറിനെ കാണണോ നിങ്ങൾക്ക്? മാറൂ കാണട്ടെ.
അത് പക്ഷെ നമ്മൾ ഉപമിച്ചതാരെന്നോ നരസിംഹത്തിലെ തിലകൻ. നോക്കടേ, നല്ല വെള്ള കഴുത, അതിന്റെ കുട്ടി കറുത്ത കഴുത. ഇവിടെ ഒരു ഷോപ്പുണ്ട്, ഇവിടുത്തെ ഉണ്ടാക്കണ നെയ്യ്, കാട്ടുള്ളി എന്നിട്ട് മറ്റിങ്ങനെ മണപ്പിച്ച് മണ്ടയ്ക്കകത്ത് അടിച്ച് കയറുന്ന സാധനമില്ല, അതൊക്കെ ഉണ്ടെന്ന്. വേണമെങ്കിൽ എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ഏലക്കൊക്കെ ഉണ്ടെന്ന് നെയ്യ് ഇവിടെ ഉണ്ടാക്കണത്. എന്തോന്ന് എത്ര മാസം കുഞ്ഞിന്റെ പ്രായം? കുഞ്ഞിയെക്കാട്ടി ബേബിയാണത്. എന്റെ തള്ള വന്നിടിച്ച് കയറ്റിത്തരും. വാ, വാങ്കോഴിയാ ഇത്? താറാവല്ലല്ല, സ്നോ വൈറ്റ് താറാവ്. അച്ചി പറഞ്ഞേട്ടാ, തായ്ലാന്റിലെ വളരെ സൂള് പോയി കണ്ടിട്ടൊന്നും തോന്നുന്നില്ല. അത് എല്ലാം ഉണ്ട്, ഗിനി കോഴിയൊക്കെ ഉണ്ട്. നോക്ക്, മമ്മിയെ പോലൊരു കോഴിയടാ. അതിനകത്ത് കടിക്കണ ഒരെണ്ണം കിടക്കുകയാണ്, കൂട് തുറന്നാ ഓടാ. ഏട്ടാ അത് പൂട്ടിയിട്ടില്ലേ, ഇപ്പൊ തിരിച്ചു വരും. പശു, ആട്, അങ്ങനെ വേണ്ട എല്ലാ വളർത്തു മൃഗങ്ങളും പക്ഷികളും ഇവിടെ ഉണ്ട് കേട്ടോ. ആടൊക്കെ പല വെറൈറ്റി പേരുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു, പല ബ്രീഡ് കേട്ടോ. പശുക്കളും പല ബ്രീഡിൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കണ്ട് ആസ്വദിക്കാൻ ഉണ്ട്. ഉടങ്കല്ലി മുളക് കണക്ക് ജാമ്പമുളക്. ഇത് മറ്റേ അടിമാരി അമ്മായിയുടെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഓ, അതൊക്കെ ജാമ്പ കണക്ക് കിടക്കുന്നു. മാറതിന്ന് 2 മുളക് പറിക്കട്ടെ. ഇന്നലെ ഞാൻ കളിയാക്കിയാണ് ഏട്ടനെ. അവര് കാണണ്ട എന്തോന്നൊക്കെ വന്ന് കയ്യിലൊക്കെ വീഴുന്നു. ആ ജാമ്പയ്ക്കൊരു കളറിൽ പഴുത്തിരിക്കുന്നത് വേണ്ട ഇല്ല, ഞാൻ പഴുത്തത് പറിച്ചോണ്ട് ഒരു മിനിറ്റ്. ഇത് കണ്ട ജാമ്പയ്ക്കെന്ന് പറയൂലേ, ഇത് നമ്മൾ ഉടങ്കല്ലി മുളക് പോലെ ആയിരിക്കും, കറിയിൽ അരിഞ്ഞിട്ടോക്കണം. ഇത് കണ്ടാച്ചി, എന്തോന്ന് പറ, എന്തോന്നത് കാണാൻ പറയാമോ? ഇത്രയും പറിച്ച് ഒരെണ്ണം തരാം മീനിലിടാൻ. ഉടങ്കല്ലി മുളക് പോലെ ഇരിക്കും, ഒരെണ്ണം തരും മീനിലിടാൻ. മരിച്ചിനീര് അരയ്ക്കുന്ന. എനിക്ക് വീട്ടിൽ പോണം. ആയിരിക്കും കരുതേണ്ടത് എന്തോന്ന് ചലവറകളാണ്. അത്രയും സ്ലാങ് കൂടെ കേട്ടപ്പോ കൊള്ളാം അല്ലേ? പക്ഷെ കൈ എത്തൂല, മുകളിലാണ് നിക്കണത്, ഇവിടെ ഇല്ല, താഴെ ഇല്ല, ഇല്ല കൈ എത്തൂല. ഓ, മുകളിൽ നല്ല പഴുത്ത് വലുത് നിക്കുന്നു. ഉപ്പ് കൂടെ മുക്കി തിന്നണ. വിട്ടോ 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 ഇത്. എന്താ സച്ചിൻ അജി വേണ്ടേ? മംഗോസ്റ്റിനുണ്ട്, ജാമ്പയ്ക്കുണ്ട്, ചക്കയുണ്ട്, കുരുമുളകുണ്ട്. ഇല്ല, ഏലക്കുണ്ട്. ഏട്ടാ കേട്ടാ, ലാലേട്ടൻ കിടന്ന റൂമിലാണ് നമ്മള് കിടന്നത് കേട്ടോ. നമ്മള് ഇവിടെ 12th മാനല്ലേ ഷൂട്ട് കഴിയാൻ നടന്ന സമയത്ത് ലാലേട്ടൻ ഇവിടെയാണോ താമസിച്ചെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കരുതി വേറെ എവിടെയെങ്കിലും. അപ്പൊ നിങ്ങൾ കിടന്ന കോട്ടേജിലാണ്. അപ്പൊ നമ്മൾ എടുത്തെടുത്ത് 3-4 പ്രാവശ്യം നമ്മൾ കിടന്ന കോട്ടേജിലോ. അപ്പൊ കൊള്ളാം, പാടിപ്പോളി. അതെ അതെ, ഞങ്ങൾ കിടന്ന കട്ടിലാണല്ലോ കിടന്നത്. അശോ, സെറ്റപ്പ് വേറെ ആയിരുന്നു കേട്ടാ, കോട്ടേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദേ ഇതുണ്ട് ഹട്ട്, ഇതിനെന്ത് പറയണത്? ട്രീ ഹൗസ് ഉണ്ട്. അവിടെ അതിനെന്താ പറയണത്? ഫ്രെയിം കോട്ടേജ് അവിടെ ഉണ്ട്. ബോട്ടിങ് വരെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി അവർക്കൊരു പാക്കേജാണ്. ആ പാക്കേജിൽ ഇൻക്ലൂഡ് ആട്ടോ. ഇതിന് എക്സ്ട്രാ ഒരു ചാർജും കൊടുക്കണ്ടേ. ഇതിനകത്ത് തന്നെ ട്രക്കിംഗ് ഉണ്ട്, ഇൻഡോർ ഗെയിംസ് ഉണ്ട്, ഇൻഡോർ ആക്ടിവിറ്റീസ് ഉണ്ട്,
ബോട്ടിംഗ് ഉണ്ട്, അഡ്വഞ്ചറസ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. പോവാണ് ഞാൻ. ഇല്ല ഏട്ടൻ പോണാ? ഞാനും പോണില്ല, അവര് പോയിട്ട് വരട്ടെ. ഏട്ടൻ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ട് വാ. വീണ അങ്ങ് പോവും, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇതിലൊരാൾക്ക് ഇരിക്കാൻ പറ്റുള്ള സിംഗിൾ, അത് ഡബിൾ. എന്റെ മമ്മി അപ്പോഴേ പറഞ്ഞു ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോവല്ലേ എന്ന്. ഇത് മിക്കവാറും പാണ്ടിപ്പടയില് ഹരിശ്രീശുവിനും ദിലീപും പോയതുപോലെ ആവും. അല്ല, നിങ്ങൾക്ക് പോയാൽ തിരിച്ചു വരാൻ അറിയാമോ? സച്ചിനെ പോയാൽ തിരിച്ചു വരാൻ അറിയാമോ? അവിടെ കഴിഞ്ഞ് അങ്ങോട്ട് തിരിയും. സച്ചിനാണ് ശരിക്കും പാണ്ടിപ്പടയിലെ ദിലീപ്. ചിവ സച്ചിനെ നോക്ക്. തിരിച്ചിങ്ങ് എത്തോ? സച്ചിൻ അങ്ങോട്ടാ പോകുന്നേ. ലക്ഷ്യമില്ലാതെ പോണു സച്ചിൻ. സച്ചിൻ കിടന്ന് കറങ്ങണ. അവിടെ ഇരുന്ന് കോർണേഷൻ ഇവിടെയാണ്. കാട്ടുള്ളി തൈലം മണപ്പിക്കുകയാണ് നമ്മള്. എല്ലാരും 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 മണപ്പീര്. കൊച്ചിനെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അച്ചി മണപ്പീര് മണപ്പിച്ച് കയറ്റ്. ചീമേര കയ്യില് ചീമേര കയ്യില് എനിക്കും നോക്കണം. ഇതില് വേദയ്ക്ക് മാത്രമാണ് റിയാക്ഷൻ ഇല്ലാത്തത്. ഈ പൂക്ക് തീർന്നു. ഇതെന്തിനുള്ളതാണ്? ഇത് തലവേദന വരെയുള്ളൂ തോന്നുന്നു സാധനം. ചക്ക വെട്ടിക്കൊണ്ടുവന്നേക്കുന്നു. 2 ചക്കയെ. തിരുവനന്തപുരത്തെങ്ങും ചക്ക കിട്ടില്ല, അതുകൊണ്ടാണ് ഇടുക്കിയിൽ നിന്ന് ചക്ക കൊണ്ടുപോണത്. മതി മതി മതി. ഈ വണ്ടിയിൽ കൊള്ളൂലേ? അല്ല വേണ്ട പറഞ്ഞത് വേണ്ട നോക്കിട്ട് കേക്കാതാ. അവിടെ വെച്ചാൽ പിന്നെ എടുത്ത് വെക്കാം. അടുത്ത് വരുന്നത് ഓഫ് റോഡ് റൈഡാണ്. ഇത് പെയ്ഡാട്ടോ, പെയ്ഡാണ്. താല്പര്യമുള്ളവർക്ക് ചെയ്യാം. അപ്പോൾ ഏട്ടനും സച്ചിൻ തനിയെ കാർ ഓടിച്ച് പോകണം, അവരങ്ങനെ കൊടുക്കത്തില്ല. പിന്നെ കൂടെ ആളിരിക്കാം എങ്കിലും ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവർ തന്നതാണേ. എൻ്റെ ലൈഫിൽ ഞാൻ ആകെ ഓഫ് റോഡ് പോയിട്ടുള്ളത് മൂകാംബികയിലാണ്. അപ്പോൾ മൂകാംബികയിൽ പോകുന്ന അതേ ഒരു ഇതാവും എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ കയറുന്നത്. ആദ്യം തന്നെ ഏട്ടൻ ചാടി കയറി കാർ എടുത്തിട്ടുണ്ടേ. നമുക്ക് എക്സ്പേർട്ട് ഡ്രൈവേഴ്സ് എന്നിട്ട് പറഞ്ഞിട്ട് കേൾക്കാതെ രണ്ടുപേരും കൂടെ ഓഫ് റോഡ് പോകാൻ വേണ്ടിട്ട്. ഏട്ടാ ഏട്ടാ അവരെ ഫോണിൽ കൂടെ ഏട്ടാ ഇവിടെ നിർത്താനും പറ്റൂല തോന്നുന്നു. നേരെ നോക്കിയേ, നമ്മളെ ഒന്നും കാണുന്നില്ല. അവര് നമ്മളെ പോയി എന്തും സംഭവിക്കും. കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ.
വലിയ ആവേശത്തിനായിട്ട് ഓടിക്കാൻ ഇറങ്ങിയത് കേട്ടോ. പക്ഷെ നമ്മുടെ കൈ നിൽക്കുന്ന കേസല്ല. ഇത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. പറ്റാതില്ല. ഈ മുകളല്ലേ ഇപ്പൊ കേറൂല വണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്ന. ഭയങ്കര ധൈര്യശാലി രണ്ടും കൂടെ ഓടിക്കുന്നത് വേണ്ട. അവരാരും ഓടിക്കണ്ട. എത്ര എക്സ്പേർട്ട് ആയിട്ടുള്ളവർ ഓടിച്ചാൽ അത്രയ്ക്ക് മോശം. അവർ അങ്ങനെങ്കിലും ഓടിച്ച് ഈ ചേട്ട ഇപ്പൊ തെറിച്ചോണ്ട് പോണം നോക്കിയോ. ശിവനേ, ഇത് നല്ല എക്സ്പീരിയൻസ്. ഒരു കാറ്റ് അറിയൂലൊന്നും ഒരു സത്യമായിട്ട് എന്നെ പിടിക്കല്ലേ. നടന്നു പോയിക്കോളെ. നേരെ പോ ചേട്ടാ പ്ലീസ് ചേട്ടാ. എന്റെ കാറ്റൊക്കെ പോയി. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പണ്ടാരങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ടോന്ന്. ഇതാണ് ട്രക്കിംഗ് എന്റെ ജീവിതത്തിൽ തന്നെ. അപ്പൊ ദൂരങ്ങളിൽ പോണവരാ. എന്നാ വെള്ളമൊക്കെ അടിച്ച് തെറിപ്പിക്കണം. അത് സ്പീഡ് കുറച്ച് പോയിരിക്കണണ്ട. ഞാനിവിടെ പോയി നിങ്ങൾക്കൊരു ധൈര്യത്തിന് ഊഞ്ഞാലാടിക്കൊണ്ടിരുന്ന നമ്മളാണ്. നാട്ടിന് എവിടേക്കേ പോണ്. അടിപൊളി. ജിബി പ്രോ ഡ്രൈവർ ഒന്നുമല്ല. അമ്മ അതിന്റെ കൈയൊക്കെ വിറക്കുന്നു. പക്ഷെ നിങ്ങളൊന്നും ഓടിച്ച ഈ ഒരു ഫീൽ കിട്ടൂല കേട്ടാ. അതാ പുള്ളി ഓടിച്ചോണ്ടാണ്. അടിപൊളി. അല്ല, പുള്ളി ഓടിച്ചോണ്ടാണ് നമുക്ക് ഇത്രയും. നമ്മൾ പോയത് കണ്ടായിരുന്നോ? ജെറ്റ് പോയത് പോലെ ഒരു സാധനം പോയത് കണ്ടായിരുന്നു. അത് നമ്മളാണ്. എന്റെ അമ്മ കൈയൊക്കെ വിറക്കണം. ചീമ കണ്ടായിരുന്നോ നമ്മൾ പോയത്? നിങ്ങള് ചീമ ഓഫ് റോഡ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കും ലെവലിൽ വീണില്ല കേട്ടോ. ഒരു ബോഡിയൊക്കെ മൊത്തത്തിലൊരു ക്ഷീണം. പക്ഷെ അത് അതുവഴി നേരത്തെ വന്ന വഴി. പക്ഷെ നമ്മൾ മസ്റ്റായിട്ട് അത് പോവേണ്ട. പോയില്ലായിരുന്നു ഞാൻ പോണില്ല എന്ന് പറയാൻ മടിച്ചിരുന്നേനെ. അവരും കാറ് തരാൻ പറ്റില്ല, അവർ തന്നെ ഓടിക്കണമെന്ന് പറയും. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അവർക്ക് ഓടിച്ചേ പറ്റൂ. ഏട്ടനെ ഓടിച്ചപ്പോൾ മതിയായിട്ടോ. പിന്നെ തിരിച്ചു കൊടുത്തു. പുള്ളി ഉണ്ടല്ലോ, അമ്മ പോയ പോക്ക് നമ്മൾ എവിടെയായിരുന്നു എന്ന് പോലും അറിയില്ല. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ വന്നു കേട്ടോ. ഞാൻ പേടിച്ചു പോയി. ചീമ ഉള്ളതുകൊണ്ട് ഞാൻ വിളിച്ചു, അല്ലെങ്കിൽ വിളിക്കൂലായിരുന്നു. അപ്പം ഇനി വീണ്ടും നമ്മൾ സ്വിമ്മിങ് പൂളിലേക്ക് പോവാണ്. ഞാൻ വേഷമെല്ലാം മാറി വന്നു. പൂളിലിറങ്ങാൻ എല്ലാവരും കൂടെ പൂളിലിറങ്ങാൻ നിർബന്ധിക്കുന്നു. അതുകൊണ്ട് സ്വിമ്മിങ് പൂളിലിറങ്ങി. ഇവിടെ കുറച്ച് ഇൻഡോർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അത് ജസ്റ്റ് എന്തോ ക്യാരംസ്, ലൂഡോ അങ്ങനെയൊക്കെ ഉള്ളത്. ജസ്റ്റ് അവിടെ ഒന്ന് കയറി എന്താന്നൊക്കെ നോക്കിയിട്ട് ഇറങ്ങാൻ നേരിയേ. ഇവിടെ വലിയ ചാമ്പയ്ക്ക ഉണ്ട്. ചാമ്പയ്ക്ക പറക്കിയിട്ട് പോയിരുന്നു ഗൈസ്. ഫോൺ പടക്കേന്ന് താഴെ വീണ് ഡിസ്പ്ലേ പൊട്ടിയില്ലെന്ന് തോന്നുന്നു. അല്ല, ഒട്ടിച്ചിരുന്ന സ്ക്രീൻ ഗാർഡ് പൊട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കൊരു വലിയ അബദ്ധം പറ്റിയത് ഇന്നലെ കുറച്ചുകൂടെ നേരത്തെ എത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയാണ് കേട്ടോ. ഇവിടെ ഇൻഡോർ ആക്ടിവിറ്റീസ് കുറേയേറെ കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്കതൊന്നും എൻജോയ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളതൊക്കെ ഉപേക്ഷിച്ചിട്ട് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി കേട്ടോ. ജസ്റ്റ് അവിടെ ഏതൊക്കെ ഉണ്ടെന്നൊന്ന് കയറി നോക്കിയൊക്കെയാണ് ചെയ്തത്. ഇന്നലെ ഉച്ചയ്ക്ക് വന്നിരുന്നുവെങ്കിൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഇവിടെ എൻജോയ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ കാണേണ്ട കാഴ്ചകളും എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളിൽ ഇൻഡോർ ആക്ടിവിറ്റീസും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് കുറച്ച് ഇതൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരിതേ ഉള്ളൂ കേട്ടോ. സമയം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ചെയ്താൽ വേദിക്ക് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പോയേ പറ്റത്തുള്ളൂ. എന്നിട്ടായിട്ട് പറഞ്ഞാൽ നാളെ പോയാൽ മതിയോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല, പറ്റത്തില്ല, നമുക്ക് ഇന്ന് തന്നെ പോകണം. വെക്കേഷനൊക്കെ ആയിരുന്നെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ട്യൂഷനും സ്കൂളും ക്ലാസ്സും ഒക്കെ ഉള്ളപ്പോൾ നമുക്കൊന്നും നടക്കത്തില്ല. അതിൻ്റെ വിഷമം എനിക്ക് നന്നായിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കയറിയിട്ട് നമ്മൾ നേരെ പൂളിലേക്ക് പോയി. ഇതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് പൂള് വരുന്നത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഇത് വളരെ പെട്ടെന്ന് തീരുമാനിച്ച് വന്നതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് നടന്നു കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒത്തുകൂടലോ കാര്യങ്ങളോ നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ വരാൻ നിന്നാൽ ഒരു കുന്തോ നടക്കത്തില്ല. എങ്ങനെയൊക്കെയോ അതങ്ങ് സെറ്റായി എല്ലാവരും കൂടെ ഒത്തുകൂടി. പിന്നെ അതിലിനി സമയം കിട്ടിയില്ല എന്ന് പറയുന്നത് ഒരു ഇതല്ല കേട്ടോ. അത്രയെങ്കിലും കിട്ടിയതിൽ വളരെ സന്തോഷം. എല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ അതിൽ ഇപ്പം നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, അതൊന്നുമല്ല കാര്യം. അതൊരു സന്തോഷം കേട്ടോ. അത് നമ്മളൊരു സ്റ്റേക്കേഷൻ പോലൊരു സ്ഥലത്താവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടാണ്. എല്ലാവരുമായിട്ട് കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇപ്പം നമുക്കില്ലാത്ത സാധനം ടൈം എന്നുള്ളതാണ്. ഞാനിത് ഭയങ്കര ഫസ്റ്റിൽ ഒരു ലോഡ് എൻക്വയറീസും ഒരു ലോഡ്
ഓർഡേഴ്സും വന്നാകെ കൂടി അവിയൽ പരുവത്തിൽ കിടക്കുകയാണ്. വീട്ടിൽ ചെന്ന് എനിക്ക് നല്ല പണിയുണ്ട് കേട്ടോ. എന്നിട്ട് പോലും നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക, വസ്ത്രയും മുന്നോട്ട് കൊണ്ടുപോവുക, നമ്മുടെ ലൈഫും മുന്നോട്ട് കൊണ്ടുപോവുക, എല്ലാം എൻജോയ് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ, പറ്റുന്ന രീതിയിൽ. എപ്പോഴും നമുക്കിതുപോലൊരു അവസരം കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് കിട്ടുന്ന അവസരം നമ്മൾ പാഴാക്കാണ്ട് മുതലാക്കാം. സച്ചിനെയും വിളിച്ച് ചോദിച്ചപ്പോൾ പെട്ടെന്ന് സച്ചിൻ കുഴപ്പമില്ല വരാമെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് എത്താൻ പറ്റി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മാത്രമായേനെ. പിന്നെ വേദയൊന്നും ഇല്ലാതെ നമുക്ക് ഒരു എന്ത് സന്തോഷമൊന്നുമില്ലേ, വേദയും എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഒരു സന്തോഷം. ഇറങ്ങിയോ? നല്ല വെയിലായിട്ടാ കറക്റ്റ്. ആഴ്ചയൊന്നും ഇല്ലെന്ന്, താഴ്ചയില്ലേ അങ്ങോട്ട് ഇറങ്ങണേ അങ്ങോട്ട്. ഇവിടെ കേറി കാല് രണ്ടും ഇതിനകത്തിടും. എന്നിട്ട് കയറും. ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ കാലിന്റെ അടിച്ച് നീ സീമ ഇപ്പുറത്ത് ഇറങ്ങ, ഞാൻ അത് എടുത്തിട്ട് തരാം. നീ ഇവിടെ കയറി ഇരി സീമ. എവിടെ പോണ നിങ്ങള്? നമ്മൾ പൂളിലെല്ലാം കുളിയെല്ലാം കഴിഞ്ഞ് സമയം 2:30 മണി ആവാറായി കേട്ടോ. ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡ് കഴിക്കാനുള്ള സമയമായി. ഫുഡ് ലഞ്ചോട് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. ലഞ്ചെല്ലാം കഴിച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ തിരിക്കും, ചെക്കൗട്ടാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ സ്റ്റേ ചെയ്ത് നമുക്ക് മതിയായിട്ടില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു സ്റ്റേക്കേഷൻ മാത്രമല്ല, നമ്മളിപ്പോൾ സ്റ്റേക്കേഷന് വന്നാലും ഇവിടെ കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്കൊരു ടാറ്റ ബൈ പറഞ്ഞ് ഇറങ്ങാം. നേരെ വീട്ടിലേക്കാണ്. എല്ലാവർക്കും അത്യാവശ്യം സച്ചിൻ ഓഫീസിൽ പോകണം, വേദയ്ക്ക് സ്കൂളിൽ പോകണം, നമ്മുടെ വസ്ത്ര പെൻഡിങ്ങായി കിടക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ നമുക്ക് അത്യാവശ്യം, അല്ലെങ്കിൽ ഒരു ദിവസം കൂടെ നമ്മൾ സ്റ്റേ ചെയ്തിട്ടേ പോകത്തുള്ളായിരുന്നു. നല്ല മഴക്കാറ് വരുന്നുണ്ട്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും വിശന്ന് കറങ്ങിയിരിക്കട്ടോ. നമ്മൾ കൂടുതൽ കുളിയും ഓഫ് റൈഡ് പോക്കും ഒക്കെ കഴിഞ്ഞ് പണി പാളിയിരിക്കുകയാണ്. ഓഫ് റൈഡ് മസ്റ്റായിട്ട് നിങ്ങൾ പോകണ്ട കേട്ടോ. അയ്യോ, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വളരെ കുറച്ചേ പോയുള്ളൂ, കാരണം പേടി, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചേ പോയുള്ളൂ. അപ്പോൾ എന്തായാലും ഇതേ ഗസ്റ്റുകളൊക്കെ വരുന്നു. ചെക്കിനാണെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ വരുന്നുണ്ട്. മഴയ്ക്ക് മുമ്പേ നമുക്ക് താഴെ ഇറങ്ങണം. ഒരു 3000 ഫീറ്റ് സീ ലെവലിന് മുകളിലാണ് ഈ ഒരു റിസോർട്ട് ഇരിക്കുന്നത്. അടിപൊളി റിസോർട്ട്, നല്ല സർവീസ്, നല്ല ആംബിയൻസ്, എല്ലാത്തിനും ഞാൻ 10/10 കൊടുക്കുക കേട്ടോ. ഫുഡും നല്ലതാണ്. അപ്പോൾ ഫുഡ് വന്നിട്ടുണ്ട്, ഫുഡ് എന്താ നോക്കാതെ. 70 ഏക്കറിലുള്ളൊരു റിസോർട്ടാണിത്. 37 റൂമുണ്ട്. അതിൽ കോട്ടേജസ് ഉണ്ട്, ട്രീ ഹൗസ് ഉണ്ട്, എ വില്ലാസ് ഉണ്ട്, ക്ലബ് വില്ല ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഡീലക്സ് പ്ലസിന് 9500ഉം ഡീലക്സ് എ സി ട്രീ ഹൗസ്, എ സി എ വില്ല അതിനൊക്കെ 10,500ആണ് റേറ്റ് വരുന്നത്. അതിൽ ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നുണ്ട്, ലഞ്ച്, ഈവനിങ് ടീ വരുന്നുണ്ട്, സ്നാക്സ് വരുന്നുണ്ട്. 2 പേർക്ക് ഡിന്നറും പ്രൊവൈഡ് ചെയ്യേ. എല്ലാ റൂമിലും 2 പേർക്ക് കിടക്കാൻ പറ്റും. ഒപ്പം തന്നെ ഒരു എക്സ്ട്രാ ബെഡ് കൂടെ അവർ തരും കേട്ടോ. അപ്പോൾ 3 പേർക്ക് വേണമെങ്കിലും കിടക്കാം. നമുക്ക് 3 പേർക്കും ഇതിൽ കിടക്കാനായിട്ട് ധാരാളമായിരുന്നു. പിന്നെ നമ്മളിത് ലഞ്ചൊക്കെ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല ആംബിയൻസ്. നമ്മളെ സ്റ്റേക്കേഷൻ എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല സ്റ്റേക്കേഷൻ കേട്ടോ. ആർക്കും മതിയായില്ല. നമുക്ക് എല്ലാവർക്കും സമയത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണ്. അച്ഛക്ക് ആദ്യം വരാനൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നു. എനിക്ക് വേറെ ഒരുപാട് എൻ്റെ ബിസിനസ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വലിച്ചു കെട്ടിയാണ് എടുത്തുകൊണ്ട് വന്നത്. വന്നപ്പോൾ കൊള്ളാം. ഫുഡ് കൊണ്ടുവന്നപ്പോഴേക്കും കുഞ്ഞിക്ക് കുറേ സമയം കേട്ടോ പാലൊക്കെ കൊടുത്തിട്ട്. അവൾ പിണക്കമില്ല, മിണ്ടാതിരിക്കുന്നെങ്കിലും കണ്ടപ്പോൾ പാവം തോന്നി. പിന്നെ ചീമയും സച്ചിനും കൂടി ഫീഡ് ചെയ്യാനായിട്ട് റൂമിൽ പോയി ഫീഡ് ചെയ്യാനായിട്ട് പോയി. പിന്നെ പാമ്പേഴ്സൊക്കെ വെച്ചിട്ട് ഒത്തിരി സമയം അതൊക്കെ മാറ്റണ്ടേന്ന് എഴുതിയിട്ട് അവരത് മാറ്റാനായിട്ട് പോയിട്ടോ. നമ്മളോട് പറഞ്ഞു നിങ്ങൾ കഴിച്ചോളൂ, ഒരിപ്പോൾ വരാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കഴിച്ചു, കാരണം 2:30 മണിയായി. അമ്മയൊക്കെ 12:30ക്ക് കഴിക്കുന്നവരാട്ടോ. അങ്ങനെ വിശന്ന് ഞങ്ങളെയും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും അവർ പോയി ഫീഡ് ചെയ്ത്
കുഞ്ഞിൻ്റെ ഡയപ്പറൊക്കെ മാറ്റിയിട്ട് വന്നായിരുന്നേ. അപ്പോഴാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. വന്ന സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നേ. കഴിഞ്ഞ ദിവസം അവർ വന്നപ്പോൾ അപ്പം ഞങ്ങൾക്ക് ഇനി തണുപ്പ് അവൾക്ക് സെറ്റ് ആവില്ലേ എന്ന് കരുതി. പക്ഷെ അവൾക്ക് തണുപ്പ് കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. പാൽ കുടിക്കാനുള്ള കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറെ പിണക്കോ ബുദ്ധിമുട്ട് പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയ ചെറിയ കുഞ്ഞു പിള്ളേരുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലോ ഇത്രയും ദൂരം യാത്ര കയ്യിലാണ് ഇരുന്നത്. മറ്റേ ഇതിലെല്ലാവരും കൂടി ഇരിക്കുന്നത് കൊണ്ട് അവളുടെ കാർ സീറ്റ് വയ്ക്കാൻ പറ്റിയില്ല. എന്നിട്ട് അവൾ അഡ്ജസ്റ്റ് ചെയ്തേ. ഇങ്ങനെ ഒരു ഏരിയ കൂടി ഉണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിക്കാനായിട്ട്. ഗസ്റ്റുകൾ ഒരുപാടാകുമ്പോൾ ഇങ്ങോട്ടൊക്കെ വരുമായിരിക്കും. ഞാനിന്ന് രാവിലെ കേട്ടോ അത് കണ്ടത്. ഫുഡ് കഴിച്ചു. ഗീ റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, കോളിഫ്ലവർ ഫ്രൈ ഉണ്ടായിരുന്നു, ഡാൽ കറി ഉണ്ടായിരുന്നു, പനീർ കറി ഉണ്ടായിരുന്നു, തൈര്, അച്ചാർ, പപ്പടം, ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ്, വാട്ടർമെലൺ, പിന്നെ വെജ് സാലഡ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിച്ചു. എല്ലാം ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു. കഴിച്ചു, വയറ് നിറഞ്ഞു. ഇനി ഡെസേർട്ടായിട്ട് ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം തരാമെന്ന് പറഞ്ഞു. അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കുഞ്ഞി പാല് കുടിക്കാനായിട്ട് പോയി. അവർ പാലൊക്കെ കുടിച്ചിട്ട് വരുമ്പോൾ പാവം ലേറ്റ് ആവുമായിരിക്കും. നല്ല ലേറ്റ് ആയിട്ടോ. 2:30 മണിയായി. വിശക്കുന്നുണ്ടാവും. ഇതേ ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം, മിൻ ലീവ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടോ? പിന്നെ അടുത്തപ്പോഴും അടുത്ത മാസമോ ആരും കൊണ്ടുപോകും? നിങ്ങളെ കൊണ്ടുപോകില്ല. ഞങ്ങളിവിടെ എൻജോയ് ചെയ്യാൻ വന്നേനെ. 1 മണിക്ക് മുന്നേ വിശന്ന് കുറുങ്ങിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കൊണ്ടുവരില്ല. അപ്പം നമ്മൾ എൻജോയ് ചെയ്യാൻ വന്നേനും. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പോകാനായിട്ട് എല്ലാം പാക്ക് ചെയ്ത്. ഇന്നലെ വസ്ത്രയുടെ എല്ലാ സാധനവും ഞാൻ വാരി ഇവിടെ ഇട്ട് ഫോട്ടോസ് പലർക്കും അയച്ചു കൊടുത്തു. അതെല്ലാം സോർട്ട് ചെയ്ത് വെച്ച് അതെല്ലാം അവിടെ ഇരിക്കായിരുന്നു. അതിനെല്ലാം വീണ്ടും പാക്ക് ചെയ്ത് ഇതിനകത്ത് കയറ്റി നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും അടിപൊളി മഴ കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ കാറ്റും മഴയും നല്ല രസമുണ്ട് കേട്ടോ. ഇതുപോലൊരു സ്ഥലത്ത് വീട് വാങ്ങിച്ച് ഇങ്ങനെ ഇരിക്കണം അല്ലേ ഏട്ടാ? കട്ടൻ ചായയൊക്കെ കുടിച്ച്. സെർവൻ്റ് വേണം. ഇപ്പൊ ഒന്ന് മഴ മാറി തന്നെ വീണ്ടും പോകാൻ ഇറങ്ങിയപ്പോൾ വീണ്ടും നല്ല മഴ. ചെറുതായിട്ട് മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഇന്നലെ വന്ന പാടായിരിക്കും. അങ്ങനെ നമ്മുടെ സ്റ്റേക്കേഷൻ കഴിഞ്ഞ് നമ്മളിത് ചെക്കൗട്ടായിട്ട് പോവുകയാണ്. മഴ മാറാനായിട്ട് നോക്കി നിന്നു. മഴ ഒന്ന് മാറിയപ്പോഴേക്കും നമ്മളിത് പോവാനായിട്ട് ഇറങ്ങി. സച്ചിൻ റെഡി ആവണോ? സച്ചിൻ മാത്രം ഇതിൽ ഫുൾ സെറ്റപ്പിൽ വരണത്. നമ്മളൊക്കെ എന്തിനോ വേണ്ടി വരണതാണ്. അപ്പൊ ശരി, അവർ ഫസ്റ്റ് നമ്മൾ പുറകെ. ഞാനും അച്ഛനും ഏട്ടനും നമ്മുടെ കാറിൽ, ചീമയും കുഞ്ഞിയും അമ്മയും വേറെ ഒരു കാറിൽ. നമ്മൾ അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് പ്ലാച്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം, നമ്മൾ എരുമേലി വഴിയാണ് ഇപ്പോൾ വന്ന് അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തി ചായ കുടിക്കാനായിട്ട്. സച്ചിനൊക്കെ പുറകുന്ന് വരുന്നുണ്ട്. അവര് തന്നെ അത് അവരല്ല. അപ്പൊ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ ഇവിടെ നിർത്തി ചായ കുടിക്കാനായിട്ട് നിർത്തി. ഒരു കടയിൽ കുഴപ്പമില്ലാത്തൊരു കട കണ്ടു. അവര് നമ്മൾക്ക് പുറകെ ഉണ്ട്, പക്ഷെ നോക്കി നിൽക്കുകയാണേ. ഇതേ വരുന്നവര്. അമ്മ ഛർദ്ദിച്ച് കുടങ്ങൊക്കെ ഇരിക്കുന്നു എന്ന് പറയണ കേട്ടോ. എന്നിട്ട് നമ്മൾ വേറെ എങ്ങും നിർത്തിയില്ല കേട്ടോ. ചായ കുടിച്ചിട്ട് ഇവർ പുറകെ വന്നു. നമ്മൾ ഫ്രണ്ടിൽ പോയി. എന്നിട്ട് നമ്മൾ ഫുഡ് വാങ്ങിച്ചു. ഫുഡ് വാങ്ങിക്കാനായിട്ട് നിർത്തി അൽഫാമും പൊറോട്ടയൊക്കെ വാങ്ങിയിട്ട് നേരെ നെട്ടയത്ത് പോയി. അവർ ഡ്രോപ്പ് ചെയ്ത് വേദിയുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ നെട്ടയത്ത് കിടക്കുമായിരുന്നു. അതിനെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ തിരിച്ച് തിരുമല വീട്ടിൽ വന്നേ. ആർക്കും പിന്നെ വയ്യായിരുന്നു. കാരണം ഈ വളവും തിരിവും ഒക്കെ ഇറങ്ങി ഫുഡൊക്കെ ഉച്ചയ്ക്ക് കഴിച്ച് വയറ് നിറങ്ങിയിരുന്നിട്ട് വളവും തിരിവൊക്കെ ഒരുപാട് ഇറങ്ങിയപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡായി. ഞാനും അതെ, എനിക്കും രാത്രിയൊക്കെ ഇപ്പോൾ പിന്നെ ഛർദ്ദിക്കാൻ വരുമ്പോഴേക്കെ ആയിരുന്നു. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ അത്ര ഉന്മേഷമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് എന്തായാലും രാത്രി ഫുഡൊക്കെ വാങ്ങിച്ച് നെട്ടയത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ പുതിയൊരു നല്ല വിശേഷമായിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.